ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. ഓണനിലാവത്തെ തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ. ഓണനിലാവത്തെ തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ. ആരെല്ലാം ചോദിച്ചി പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ആരെല്ലാം ചോദിച്ചി പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്. ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്. മഞ്ഞക്കിളികളി ചങ്ങാതി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്. മഞ്ഞക്കിളികളി ചങ്ങാതി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞ കളയൂലേ. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞ കളയൂലേ. പാട്ടുകാരി കിളി ചോദിച്ചാ നിന്റെ പാട്ടിന് പോകാൻ പറയൂലേ. പാട്ടുകാരി കിളി ചോദിച്ചാ നിന്റെ പാട്ടിന് പോകാൻ പറയൂലേ. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. അമ്മിണി കുഞ്ഞിനെ ഇങ്കു കുറുക്കിയതമ്മച്ചി കാണാതെ കൊണ്ടതരാം. അമ്മിണി കുഞ്ഞിനെ ഇങ്കു കുറുക്കിയതമ്മച്ചി കാണാതെ കൊണ്ടതരാം. പഞ്ചാരയും അവകുത്തു തരാം നിന്റെ മുത്തണി മാല എനിക്കല്ലേ. പഞ്ചാരയും അവകുത്തു തരാം നിന്റെ മുത്തണി മാല എനിക്കല്ലേ. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. കുന്നിക്കൊരു മണി പൊന്മാല. നന്നായിരുന്നു. ധ്രുവ, എന്തോ ധ്രുവയുടെ സൗണ്ടിന് പറ്റിയ ഒരു പാട്ട് എടുത്തിട്ടല്ലേ വന്നേ അല്ലേ? എങ്ങനെ ഉണ്ടായി പ്രാക്ടീസ് ഒക്കെ? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. നല്ലായിരുന്നു. ഓക്കെ, ഇനിയിപ്പൊ എങ്ങനെ ഉണ്ടായി ചോദിച്ചു നോക്കാം. ചോദിക്കാം. ചേച്ചി ചക്രു, എന്തോ ശരിക്കും ഇന്നാണ് ഈ കുട്ടി കൊച്ചു കുട്ടിയാന്ന് മനസ്സിലായത്. അതാ അവൾക്ക് പറ്റിയ പാട്ടായിട്ടാ. അല്ല, ഇന്നാണ് അങ്ങനത്തെ ഒരു ഡ്രസ്സിൽ വന്നത്. ഇതുവരെ ആ ജുബയും എന്താണ് ഒരു കുർത്തിയൊക്കെ ഇട്ടിട്ടല്ലേ വന്നത്. ഇന്നിപ്പോ ഈ ഉടുപ്പിട്ടപ്പോഴത്തേക്ക് ഒരു കൊച്ചു കുട്ടി ഈ വോയിസിന് പാകമായ ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല സോങ് സെലക്ഷൻ ആണ്. ആരാണ് സെലക്ട് ചെയ്തത്? ഇത് ഞാനും അച്ഛനും അമ്മയും ഗ്രൂമേഴ്സ് എല്ലാരും കൂടെ സെലക്ട് ചെയ്തു. എല്ലാരും കൂടെ ഇവിടെ കുടുംബ സമേതമാണ് എല്ലാരും സെലക്ട് ചെയ്യുന്നത്. മൊത്തത്തിലുള്ള ഒരു ഡിസ്കഷൻ. അതെ അതെ അതെ. ഫൈനൽ സെലക്ഷൻ അല്ലേ? ബ്യൂട്ടിഫുൾ സെലക്ഷൻ. നന്നായിട്ട് പാടി. ക്യൂട്ടായിരുന്നു. ഇവിടെയൊക്കെ നോക്കി എക്സ്പ്രഷൻ കാണിക്കണ്ടായിരുന്നല്ലോ. അതെന്താ? ഓർക്കസ്ട്രേനൊക്കെ നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു എന്താ വായിക്കണ്ടേന്ന്. അല്ലല്ല, ഞാനിങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. അല്ല, വെറുതെ നോക്കുക. അതല്ല, ഞാൻ ഡയറക്ഷൻ കൊടുക്കുക. ഡയറക്ഷൻ കൊടുക്കുമായിരുന്നു. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞ കളയൂലേ. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞ കളയൂലേ. പാട്ടുകാരി കിളി ചോദിച്ചാ നിന്റെ പാട്ടിന് പോകാൻ പറയൂലേ. പാട്ടുകാരി കിളി ചോദിച്ചാ നിന്റെ പാട്ടിന് പോകാൻ പറയൂലേ. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യാ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. എവിടെയായിരുന്നു മോളെ ഡയറക്ഷൻ? ഫുൾ പാട്ടിലാ? ഫുൾ പാട്ട്. ഫുൾ പാട്ടില്ല. നോക്കുമ്പോണ്ട് ഇപ്പുറത്ത് ഓർക്കസ്ട്രയ്ക്ക് ഭയങ്കര ഡയറക്ഷൻ കൊടുക്കുക. ഇവിടെയാണ് പെട്ടെന്ന് നോക്കുമ്പോ എന്തോ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആളെന്തായാലും ഫുൾ കോൺഫിഡന്റ് ആണ്. സ്റ്റേജിൽ കോൺഫിഡന്റ് സിംഗിങ് ആണ്. നല്ല ഭംഗിയായിട്ട് പാടി. ഇതില് മോള് പാട്ട് ഒട്ടുമിക്കതും ഭംഗിയായിട്ട് തന്നെ പോയി, ഒരു പ്രശ്നമില്ല. ചില സ്ഥലത്ത് മാത്രം ആയിരം കാവിലെ അതൊക്കെ ചെറിയൊന്ന് ചേരാനുണ്ടായിരുന്നു ശ്രുതി. അതുപോലെ ഒരു സംഗതി ഉണ്ടല്ലോ, ആരെല്ലാം ചോദിച്ചു
ചോദിച്ചേ പൊന്മാല നിന്റെ കിങ്ങിണി ആ ആരെല്ലാം ചോദിച്ചേ പൊന്മാല ആരെല്ലാം ചോദിച്ചേ പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ ഓക്കെ ഓക്കെ പൊന്മാല. ഓക്കെ ഓക്കെ താങ്ക് യു. ശരത്തനൊന്നും അത് സൈക്കിൾ പാടി ഓടിക്കായിരുന്നു. കഴിഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്. ആ, ഇങ്ങനെ അത് കൃത്യമായിട്ട് വീഴാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നുള്ള സൈക്കോളജി അത് അല്ലേ? അതെ. ഇപ്പൊ മനസ്സിലായോ? ആ. അത് നമ്മള് ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടുമ്പോ അത് റിതമിന്റെ കൂടെ പാടുമ്പോൾ ഉള്ള വ്യത്യാസം. അതെ. അൺപ്ലഗ്ഡ് പാടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷെ റിതമിക് ആയിട്ട് അപ്പൊ എപ്പോഴും പാടുമ്പോൾ ഒരു താളം ഇട്ട് പാടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കേ. അതേ സംഗതി തന്നെയാണെന്ന് തോന്നുന്നു. അടുത്ത അതെവിടെയാ വരുന്നത്? മഞ്ഞ കിളികളിൽ ചങ്ങാതിയും ചങ്ങാതിയും വന്ന് അതെന്താ വന്നു? അത് പോയി പോയി ചങ്ങാലി വന്നു. എന്നിട്ട് കാണിച്ചേ. മഞ്ഞ കിളികളിൽ ചങ്ങാതിയും വന്ന് ചങ്ങാതി വന്ന്. ചങ്ങാതിയും വന്ന് ആ കുറച്ചുകൂടെ ഓരോന്നോരോന്ന് ക്ലിയർ ആയിരിക്കണം. കേൾക്കുമ്പോ പെറുക്കി പെറുക്കി ഇരിക്കണത്. ചങ്ങാതിയും വന്ന് അല്ല, ചങ്ങാതിയും വന്ന്. അത് ഇങ്ങനെ കൈ ഇങ്ങനെ വരണം, എന്നാലേ അത് വരുള്ളൂ. കൈ ഇങ്ങനെ ആക്കി പാടി നോക്കൂ. ആര്യൻകാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്? ആര്യൻകാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്? മഞ്ഞ കിളികളിൽ ചങ്ങാതി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്? മഞ്ഞ കിളികളിൽ ചങ്ങാതി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്? ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടൂലേ? മതി 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 മതി. നന്നായിരുന്നു. എനിക്ക് മോള് ഭയങ്കര ക്യൂട്ടായിരുന്നു ഇത് കേൾക്കാനും. അപ്പൊ ഇതൊരു സ്ഥലം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു ഒന്ന് വഴുതി പോയ മാതിരി. അല്ലാതെ മോള് ഭംഗിയായിട്ട് മുഴുവൻ പാട്ട് നന്നായി ഹാൻഡിൽ ചെയ്തു. ചിരിച്ച് ക്യൂട്ടായിരുന്നു കാണാൻ, നല്ല കണ്ടോണ്ടിരിക്കാം. ശരിക്കും പാട്ട് പാടുന്നത് നമുക്ക് കാണാനും ഒരു രസം ഉണ്ടാവണം. അതെ, അതിനൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഇത് താങ്ക് യു ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. എല്ലാ പാട്ടും അല്ല, ആ ഒരു താങ്ക് യുവിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഒന്ന് പറഞ്ഞേ. താങ്ക് യു. സാർ ഒന്നുകൂടെ. താങ്ക് യു. എന്തായാലും മോളെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇനി നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ശരത് സർ, മക്കളെ എന്താ? ആ മോളെ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ടടാ. ഇപ്പൊ മഞ്ചേരി you, പറഞ്ഞ sir. പോലെ ഒരു ചിക്കടി പിങ്കടി എന്തോന്ന് എന്ന് പറഞ്ഞാൽ അത്ര കൊഞ്ചിച്ചതാ. അവളെല്ലാരും ചൂട്ടെ കൈ തട്ടു എന്നുള്ളതല്ലാതെ ഒഴിച്ചാല് ബാക്കി എല്ലാം നല്ലതാ കുഞ്ഞ്, അല്ലേ മക്കളെ? ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കാത് പൊത്തൊന്ന് അടിച്ചത്. മക്കളെ നന്നായിട്ട് പാടിയതാ. നല്ല ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് മ്യൂസിക് ചെയ്തത് ദേവരാജൻ മാസ്റ്റർ, പാടിയത് സുലോചന അമ്മ, എഴുതിയത് ONV കുറുപ്പ് സർ. അപ്പോ നമുക്ക് പാട്ടിലേക്ക് വരാം. അപ്പൊ മോളെ നന്നായിട്ട് പാടി. ഈ മിന്ന അതൊന്ന് പാടാമോ? മിന്നണത് എന്താണ് അയ്യ മിന്നണത് എന്താണെന്ന് പാടാമോ? മിന്നണതെന്താണ് അയ്യ നല്ല കുന്നിക്കുരു മണി പൊന്മാല. ഓക്കെ ഓക്കെ ഗുഡ്. മോളെ ഈ കുന്നിക്കുരു മണി പൊന്മാല എന്നൊരു സ്ഥലത്തില്ല നിന്നാന അങ്ങനെ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. കുന്നിക്കുരു മണി പൊന്മാല, കുന്നിക്കുരു മണി പൊന്മാല അങ്ങനെ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അതങ്ങനെ ഉണ്ടോ അതില് മക്കളെ? അതോ കുന്നിക്കുരു മണി പൊന്മാല മാത്രമേ ഉള്ളൂ? എന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് വിട്ടേക്ക്, എന്റെ മനസ്സിൽ തോന്നിയതായിരിക്കും. മക്കളെ അതുപോലെ എനിക്കുള്ള ഒരു ഡൗട്ട് ഇപ്പൊ മഞ്ചേരി പാടിച്ചില്ലേ മോളെ കൊണ്ട്? ചെറിയ കാന്താരല്ലേ അത്? ആരെല്ലാം ചോദിച്ചേ പൊന്മാല പൊന്മാല നിന്റെ നീ താരീരി. മോളെ വലിയ കായ പന്താന ചെറിയ കായല്ലേ? നിന്റെ താരീരി നിന്നാന. ആരെല്ലാം ചോദിച്ചേ പൊന്മാല നിന്റെ പൊന്മാല നിന്റെ താരീരാ പൊന്മാല നിന്റെ താരീരാനി പൊന്മാല പാല നിന്റെ പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ആരെല്ലാം ചോദിച്ചേ താങ്ക് യു സാർ. ശരി. അപ്പൊ മക്കളെ അത് പിന്നെ എല്ലാം നന്നായിട്ട് തന്നെ പാടിയത്. അതുപോലെ ആ സ്ഥലത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും
ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഏതാ? ചെപ്പ് കിലുങ്ങണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലേ? അത് ഒന്ന് അണ്ണാച്ചിക്ക് വേണ്ടി പാടണം മക്കള്. ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പ് തുറന്നു അത്രേ ആക്കണ്ട നമ്മള് ചെപ്പ് തുറന്നൊന്നു അത്ര കാട്ടൂലേ, മതി. ചെപ്പ് കിലുങ്ങണ ചെങ്ങാതി എങ്ങനെയാണ്? ചെപ്പ് കിലുക്കണ ചങ്ങാതി. ഓ, രണ്ടും ചെറിയ കാന്താരം തന്നെയാണ്. മകരക അല്ലേ? ചെപ്പു കിലുങ്ങണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു ചെപ്പു തുറന്നു ചെപ്പു തുറന്നു കാട്ടൂലേ? അതന്നെയാണല്ലോ അല്ലെ? എനിക്കിത് വേറെമാതിരി കേട്ടു. നീ എങ്ങനെ പാടുന്ന ചെപ്പു തുറന്നു ചെങ്ങാതി അല്ലല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അങ്ങനാണെങ്കിൽ മോളെ അണ്ണാച്ചി പറഞ്ഞ മനസ്സിലാക്കി. നീ ചുമ്മാ നിന്ന് തല കുലിക്കുകയാന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ എന്താണ് നമ്മൾ ശ്രീ ഔസേപ്പച്ചൻ അണ്ണാച്ചി പറഞ്ഞത്? മക്കൾ എങ്ങനെ പാടുന്നു എന്നാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തതെന്നാ പറഞ്ഞത്. അത് മനസ്സിലാക്കണമല്ലോ. നമ്മളൊരു കാര്യം പറയുന്നത് എന്താണ് ഫീൽ ചെയ്തത് അദ്ദേഹത്തിന്? ചെപ്പ് തുറന്നൊന്നു. അത് സമ്മതിച്ചു. ഐ ലവ് യു മക്കളെ. അത്ര ഉള്ളടാ മുക്കെ. താങ്ക് യു സർ. താങ്ക് യു. ഔസേപ്പച്ചൻ സർ. എല്ലാവരും എല്ലാം ഈ പാട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. മോള് നന്നായിട്ട് പാടി. മോളുടെ ആ ഒരു ശബ്ദത്തിന്റെ ആ ഒരു പ്രത്യേക ശബ്ദം അതിലിത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. നിനക്ക് അതിനെ കുറിച്ചിട്ട് പറയുമ്പോഴേക്കും നിനക്ക് അതൊക്കെ എന്ത് കൃത്യമായിട്ടാണ് മനസ്സിലാക്കി പറയുന്നത്. നിങ്ങളെല്ലാവരും ഇതൊരു അടിപൊളി സെഷനാണ്. സൂപ്പർ സ്റ്റാർ. അമ്മിണി കുഞ്ഞിനെ ഇങ്കു കുറുക്കിയതമ്മച്ചി കാണാതെ കൊണ്ടതരാം, അമ്മിണി കുഞ്ഞിനെ ഇങ്കു കുറുക്കിയതമ്മച്ചി കാണാതെ കൊണ്ടതരാം, പഞ്ചാരയും അവകുത്തു തരാം നിന്റെ മുത്തണി മാല എനിക്കല്ലേ, പഞ്ചാരയും അവകുത്തു തരാം നിന്റെ മുത്തണി മാല എനിക്കല്ലേ, ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് എയ്യാനല്ല കുന്നിക്കൊരു മണി പൊന്മാല, കുന്നിക്കൊരു മണി പൊന്മാല. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു സംഗീതം. അത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ മോളുടെ ശബ്ദത്തിൽ ഇത് സാധാരണ രീതിയിലൊന്നും ഇത് പാടി ഒപ്പിക്കാൻ ഫലിപ്പിക്കാൻ പറ്റില്ല. ഇത് പാടിയിരിക്കുന്ന ആളങ്ങനെ പാടി വെച്ചിട്ടുള്ളതാ. അവർക്ക് അവരുടേതായിട്ടുള്ള ശൈലി. എനിക്ക് തോന്നുന്നത് ആരും അങ്ങനെ അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, പറ്റില്ല. അത് അവരുടെ ഒരു പ്രത്യേക സ്ലാങ്, അന്നത്തെ കൾച്ചർ അനുസരിച്ചിട്ട് പാടിയിട്ടുള്ളതാണ്. ദേവരാജൻ മാഷ്ട മനോഹര എല്ലാ പാട്ടും ദേവരാജൻ മാഷ്ടയാണല്ലോ ഇവിടെ എടുക്കുന്നത് അല്ലേ? മോസ്റ്റ്ലി എല്ലാ സോങ്ങും. അപ്പൊ എനിഹൗ ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. എന്തോ ഇനി എന്താ ചോദിക്കാം? ഓക്കെ ചേച്ചി. പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തേ 8.8. താങ്ക് യു ചേച്ചി. ശരത് സർ. പച്ചക്കിളി എന്തോ പച്ചക്കുതിരെ നിനക്ക് ഞാൻ 8.7 ഓക്കെ ഔസേപ്പച്ചൻ സർ. യെസ്, മടക്കി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. സോ ടോട്ടൽ 17.5. ഓക്കേടാ.